ടമ്മി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ആയ ടൊമാറ്റോ ചട്നിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. തക്കാളി ചമ്മന്തിക്കായിട്ട് ഒരു ചീനച്ചട്ടി ചെറിയ തീയിൽ ചൂടാക്കുക. അതിൽ 1 സ്പൂൺ ജീരകമിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. പച്ചമണം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാനൊരു ചട്നി ജാറിലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്ക് തേങ്ങയാണെന്ന് വറുത്തെടുക്കേണ്ടത്. അതിനായിട്ട് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലിട്ട് 1 കപ്പ് ചെറുകിയ തേങ്ങയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. തീയലിനൊക്കെ വറുക്കുന്ന പോലെ നല്ലോണം ബ്രൗൺ ആവണം. ഇത് കുറച്ച് സമയം എടുക്കുന്നതാണ് തേങ്ങ ഒന്ന് വറുത്ത് കിട്ടാനായിട്ട്. വേഗമാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തേങ്ങ മിക്സിയിലിട്ടൊന്ന് ചതച്ചിട്ടാണ് വറുത്തെടുക്കുന്നതെങ്കിൽ നമുക്ക് വേഗം വറുത്തെടുക്കാൻ പറ്റും. തീയെല്ലാം വറുത്തെടുക്കുമ്പോൾ കുറച്ച് തേങ്ങ കൂടുതൽ വറുത്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാനും എളുപ്പമായിരിക്കും. തേങ്ങയൊന്ന് കളറ് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ടിനി 4 വറ്റൽമുളകും ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കളറിനാണ് വേണ്ടതെങ്കിൽ പിരിയൻ മുളക് ഉപയോഗിക്കാം. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ഉപയോഗിക്കാം. പക്ഷേ അത് തേങ്ങ നല്ലോണം വറുത്ത ശേഷം തീ ഓഫ് ചെയ്ത ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. തേങ്ങയും വറ്റൽമുളക് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റാണ്. ചൂട് നല്ലോണം മാറണം. അതേ ചീനച്ചട്ടിയിൽ ഞാൻ 2 തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളി ഒന്ന് വാടി കിട്ടിയാൽ മതി. തീ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഈ ചമ്മന്തിക്ക് പഴുത്ത തക്കാളിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് തരുന്നത്. അതുകൊണ്ട് കഴിയുന്നതും പഴുത്ത തക്കാളി നോക്കി ഉപയോഗിക്കാം. തക്കാളി നല്ല വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ലോണം തണുക്കാൻ വെക്കണം. ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ പറ്റുള്ളൂ. ഇനി നേരത്തെ വറുത്ത് വെച്ച് ജീരകവും തേങ്ങയും വറ്റൽമുളകും അതിൽ കൂടെ തന്നെ ഒരു ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട. ഒന്ന് ചമ്മന്തി പൊടി പോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ടേസ്റ്റ് നോക്കി ഉപ്പോ മുളകോ ആവശ്യമെങ്കിൽ ഇപ്പോൾ ചേർക്കാം. ഇതിൻ്റെ കൂടെ ഇനി തക്കാളി, ചൂടാറിയ തക്കാളിയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ആവശ്യമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഇതൊരു തിക്ക് ചമ്മന്തിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം മാത്രം ഒഴിക്കാം. കടുക് താളിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്